പാട്ടു കേട്ടു കുഞ്ഞു തൊട്ടിലേ. നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവു കണ്ടുവോ? എന്റെ ജീവിതം, കരിയർ, ഞാൻ ഇത്രയും നാൾ കൊണ്ട് സമ്പാദിച്ച ഗുഡ്വിൽ ഒക്കെ നശിച്ചില്ലേ? എന്താ ജാനകിക്കൊന്നും പറയാനില്ലേ? ഇങ്ങനെ മുഖം കുനിച്ചിരുന്നിട്ട് കാര്യമില്ല. കുട്ടികളെ പരസ്പരം മാറ്റിയാലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ച് സമ്മതിപ്പിക്കാമെന്ന് നിങ്ങൾ ഉറപ്പ് പറഞ്ഞല്ലേ? എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നടന്നു കിട്ടിയപ്പോ ആ വാക്ക് നിങ്ങൾ മറന്നു. പല പ്രാവശ്യമായി ഞാനിത് ഓർമ്മിപ്പിക്കുക. സാവകാശം ചോദിച്ചു. നിർബന്ധിക്കാൻ ഒരു പരിധിയിൽ കവിഞ്ഞ് എനിക്ക് കഴിയില്ലെന്ന് ഭംഗിയായി അറിയാവുന്നതുകൊണ്ട് നിങ്ങളത് മനഃപൂർവ്വം അവഗണിച്ചു. എന്റെ അവസ്ഥ അതിനെക്കുറിച്ച് അല്പമെങ്കിലും ആലോചിച്ചോ? ഈ പ്രശ്നത്തിന്റെ പേരിൽ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയെന്നറിയോ? എന്റെ പ്രൊഫഷനിൽ ശ്രദ്ധിക്കാനാകാതെ മനസ്സമാധാനത്തോടെ ഒരു നിമിഷം ജീവിക്കാനാകാതെ നടക്കുക ഞാൻ. എന്നിട്ടും ഒന്നും നിങ്ങളെ അറിയിച്ചില്ല. നിങ്ങളെങ്കിലും സമാധാനമായിട്ട് കഴിയട്ടേന്ന് കരുതി. പക്ഷെ ഇപ്പോ പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. വാക്ക് പാലിക്കാമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാനതിന് ഡോക്ടറെ നിർബന്ധിച്ചത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല? അതാ എനിക്കറിയേണ്ടത്. ജനിച്ചത് പെൺകുഞ്ഞാണെന്നുള്ള വിശ്വാസത്തിൽ എന്റെ മോളും മരുമകനും ഒരു വശത്ത്, മറുഭാഗത്ത് അതേ അവസ്ഥയിൽ ഒരാൺകുഞ്ഞുമായി കോൺട്രാക്ടറും ഭാര്യയും. എല്ലാം ഒരുവിധം ഒന്ന് ശാന്തമാകുമ്പോ സംഭവിച്ചതൊക്കെ എന്റെ കുട്ടികളോട് തുറന്നു പറയാൻ എനിക്ക് കഴിയും. പക്ഷേ മറുഭാഗത്തുള്ള 2 പേരിൽ ഒരാൾ ഇതൊന്നും അംഗീകരിക്കാനും ക്ഷമിക്കാനും തയ്യാറായില്ലെങ്കിൽ എന്റെ കാര്യം വിട്ടേക്ക്. എനിക്ക് വേണ്ടി എന്നെ മാത്രം വിശ്വസിച്ച് ഇതിന് കൂട്ടുനിന്ന ഡോക്ടറുടെ അവസ്ഥ. അതുമാത്രമല്ല, മകന് ജനിച്ച പെൺകുഞ്ഞിനെ അപ്പോഴേക്കും ഗായത്രി ദേവി ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ആ കുഞ്ഞ് യഥാർത്ഥ അവകാശി അല്ലെന്നറിയുമ്പോ അവരെങ്ങനെ പ്രതികരിക്കുമെന്നൊന്ന് ഓർത്തു നോക്കൂ. എന്തിനു വേണ്ടി നമ്മളിത് ചെയ്തോ അതിന് ഫലമില്ലാതായി പോകുമെന്ന് എനിക്ക് തോന്നി. മനസ്സുകൊണ്ട് 1% പോലും ആഗ്രഹമില്ലാഞ്ഞിട്ടും എല്ലാം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു ഞാൻ. പക്ഷെ അതൊക്കെ വേസ്റ്റ് ആയില്ലേ ജാനകി? നമ്മൾ ഭയന്നതിനേക്കാൾ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയാണിപ്പോ. സ്വന്തം കുഞ്ഞിനു വേണ്ടി ശശി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമ്പോ തനിക്ക് വേണ്ടി ഇതൊക്കെ നിഷേധിക്കാൻ നന്ദകുമാർ എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ എന്തു ചെയ്യും? എനിക്കെന്തു ചെയ്യാൻ പറ്റും? ഒന്ന് ചോദിച്ചോട്ടെ, എനിക്കും ഡോക്ടർക്കും മാത്രം അറിയാവുന്ന ഈ രഹസ്യം എങ്ങനെ പുറത്തായി? ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവത്തിന് ശേഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. മോള് സഹോദരനെ അന്വേഷിച്ചപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി. മനസ്സിന്റെ സമനില കൈവിട്ടു പോകുന്നൊരവസ്ഥയിൽ നടന്നതൊക്കെ എനിക്ക് അവരോട് പറയേണ്ടി വന്നു. പക്ഷേ അവിടെ എനിക്ക് ചതുവ് പറ്റി ജാനകി. അത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളുടെ മരുമകനുമായുള്ള വൈരാഗ്യം അവൻ ഈ സമയത്ത് മുതലെടുത്തു. കേസ് കോടതിയിലെത്തുകയാണെങ്കിൽ ഞാൻ നന്ദനൊപ്പം നിൽക്കണമെന്നും പറഞ്ഞ് അവൻ ഇന്നലെ എന്നെ ഭീഷണിപ്പെടുത്തി. കോടതിയിലെത്തിയാൽ അതിനു മുമ്പ് ഞാൻ എന്റെ ശിക്ഷ നടപ്പാക്കിയിരിക്കും. അന്നിതൊക്കെ അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും.
കുടുംബിനി പരമ്പര തുടരുന്നു. കൈ നിറച്ച് എണ്ണണമെങ്കിൽ ലോൺ കുറച്ച് അടയ്ക്കണം അല്ലേ? ആ ഇരിക്കെ. സാലറി വാങ്ങിയോ? ചേച്ചി, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് വാങ്ങിയ എന്റെ കടം തീർക്കാനാ നിനക്ക് ധൃതി? ഇത് നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ ശ്യാമേ. എനിക്കിപ്പൊ കാശിന് അത്ര അത്യാവശ്യമൊന്നുമില്ല. ചേച്ചി ഇത് വാങ്ങണം. കടം പെരുകിയ എനിക്ക് ടെൻഷനാ. ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം. ശരി, ഇനി ഞാനായിട്ട് നിനക്ക് ടെൻഷൻ കൂട്ടുന്നില്ല. അല്ല, ശശി സാർ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് വന്നില്ലേ? ഇല്ല. ഓഫീസില് ചെറിയ ചില സംസാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നം. ഏയ് ശ്യാമേ, എന്താ നീ ഇങ്ങനെ? ദേ ശോഭ. എന്താടി? ഏയ് ഒന്നുമില്ല. ഇതുവഴി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ കയറി ചേച്ചി ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നീ വന്നത് ഏതായാലും നന്നായി. വാ. ഇനിയിപ്പോ എനിക്കൊരു വരവൊഴിവാക്കാലോ. ഇന്ന് ശമ്പളമായിരുന്നു. ഇത് വാങ്ങാൻ തന്നെയാ ചേച്ചി ഞാൻ വന്നത്. നാളെ എക്സാം ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? 2 ദിവസം കഴിഞ്ഞേ എനിക്ക് വരാൻ പറ്റുള്ളായിരുന്നെങ്കിലോ? പേടിച്ചിട്ടാ ചേച്ചി. ശശിയേട്ടന് ഇനി ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിലോ ഒന്ന് പേടിയായിരുന്നു. അമ്മയ്ക്കും എനിക്കും മറ്റൊരു വഴിയില്ലല്ലോ. ആ, കുറച്ച് കാശ് ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മ 2 ദിവസം ആശുപത്രിയിലായിരുന്നു. അമ്മൂന് എന്താ പറ്റിയേ? പെട്ടെന്നൊരു പനി, എന്തോ വൈറസ് ഫീവർ. 2 ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടിന്ന് എനിക്കറിയൂ. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക്. ശശിയേട്ടൻ വന്നിരുന്നെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമായിരുന്നു. അമ്മ ഇപ്പൊ എന്റെ മാത്രം. അവളെ ആ വീട്ടിൽ തനിച്ചാക്കി വരാൻ പോലും എനിക്ക് പേടിയാ. പക്ഷെ വേറെ വഴി. മോളോട് അത്രയ്ക്ക് വെറുപ്പാ അമ്മയ്ക്ക് ശശിയേട്ടനും. ചേച്ചിക്ക് ഞങ്ങളെന്ന് അറിയിക്കായിരുന്നില്ലേ? കാശുകൊണ്ട് സഹായിക്കാനായില്ലെങ്കിലും ഒരു കൂട്ടിനെങ്കിലും ഞാനും അമ്മയെ വരുമായിരുന്നല്ലോ. മനഃപൂർവ്വം അറിയിക്കാഞ്ഞതാ. വെറുതെ എന്തിനാ നിങ്ങളെ കൂടി വിഷമിപ്പിക്കുന്നതെന്ന് കരുതി. സാരമില്ല, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അമ്മയൊന്നും അറിയിക്കാൻ വേണ്ട. പരീക്ഷയല്ലേ, നന്നായിട്ട് പഠിക്കണം. എന്നാ നീ പോവാൻ നോക്ക്. അടുത്ത തവണ കുറവുള്ള കാശൂടി അഡ്ജസ്റ്റ് ചെയ്യാന്ന് അമ്മയോട് പറയണം. ഈ അവസ്ഥയില് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയത് തന്നെ ഗതികേടുകൊണ്ടാ. അതിനെപ്പറ്റിയൊന്നും ഓർത്ത് നീ തലമുണ്ടാക്കണ്ട. നീ പറഞ്ഞിട്ട് വേണോ എനിക്ക് നമ്മുടെ വീട്ടിലെ അവസ്ഥ അറിയാൻ? ചെല്ല്, നേരം വൈകണ്ട. ഞാൻ ശ്യാമേച്ചിയെ മനസ്സിലായി. കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ വന്നു. വീട്ടിൽ പറഞ്ഞേക്ക് ഈ പതിവ് അവസാനിപ്പിക്കാൻ സമയമായിരുന്നു. പൊയ്ക്കോ.
ശ്യാമയോടൊന്ന് വരാൻ പറയൂ. ഇരിക്കേ. എന്താ ഇത്? ഏതൊരു അഭ്യുദയകാംക്ഷ എഴുതിയ ഈ കത്തിലെ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കണം വേണ്ടേ? കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. കുടുംബിനി പരമ്പര തുടരുന്നു. ഏതൊരു അഭ്യുദയകാംക്ഷ എഴുതിയ ഈ കത്തിലെ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കണം വേണ്ടേ? ശ്യാമ എന്താണെന്നും പറയാതെ നിൽക്കുന്നത്? പരസ്പരം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ വിവാഹിതരാകാൻ പോകുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ കത്ത്, എൻ്റെ ഈ അഭ്യുദയകാംക്ഷ ആരാണ് ശ്യാമ? മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി. ഇതെഴുതിയത് ആരാണെന്ന് എനിക്കറിയാം. എന്താ ഇത്? ഇതാരുടെ കത്താ? ശ്രീധരന്റെ? അല്ല, ഞാൻ ചോദിച്ചത് ഈ കത്ത് ആരെഴുതിയെന്നോ. എന്താ ഇതില്? നീ എന്റെ ആ കണ്ണാടി എടുത്തേ. ഈ കത്ത് വായിക്കാൻ അച്ഛന് കണ്ണാടിയുടെ ആവശ്യം വരില്ലല്ലോ. ഇതിലെ ഓരോ വരിയും മനപ്പാടമല്ലേ. ഒരുപാട് തവണ ഒരുപാട് പേർക്ക് എഴുതിയതല്ലേ ഈ കത്തിലെ വാചകങ്ങൾ. എന്താ നീ പറയുന്നേ? ഞാൻ ആർക്ക് കത്തെഴുതിയെന്നാ? വേണ്ട, നാടകം കളിക്കരുത് എന്റെ മുന്നിൽ. കളിച്ചാ ഞാൻ ചിലപ്പോ എന്നെ തന്നെ മറക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. എന്താടി? വായിച്ചു നോക്ക്. അച്ഛൻ സ്വന്തം മോക്ക് കൊടുത്തിരിക്കുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഒരുപാട് ആലോചനകൾ വരുന്നു. അതിൽ പലതും നിശ്ചയം വരെ കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോന്നു. എങ്ങനെയാണെന്ന് അമ്മയ്ക്കറിയോ? ചോദിച്ചു നോക്ക്. ഈ കയ്യക്ഷരം അച്ഛൻ്റെതല്ലെന്ന് നിനക്ക് പറയാമോ? എന്താന്ന് വെച്ചാ ആരെങ്കിലും ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ? ഞാൻ വഴിപഴിച്ചവളാണമ്മേ. നല്ല കുടുംബത്തിൽ ചെന്ന് കയറാൻ കൊള്ളാത്തവള്. എന്നെ കല്യാണം കഴിച്ചാൽ ഭർത്താവിന്റെ ജീവിതം തകരുമത്രേ. ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്ത് എന്റെ അച്ഛൻ എത്ര പേരുടെ ജീവിതം രക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? അവരിൽ അവസാനത്തെ ആളുടെ കയ്യിൽ നിന്നാ എനിക്കിത് കിട്ടിയത്. നേരാണോ? സത്യമാണോ ഒന്ന്? എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഈ മഹാപാപം ചെയ്യാൻ? അത് സ്വന്തം കുഞ്ഞിനോട്. എന്ത് തെറ്റാ ചേച്ചി ചെയ്തത്? ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു വരിയെങ്കിലും സത്യമാണോ? പിന്നെന്തിനാ എന്റെ ചേച്ചിയോട് ചതി ചെയ്തത്? പറ. തെറ്റ് ചെയ്തത് ഞാനാ മോളെ. കിട്ടുന്ന ശമ്പളം സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും എടുക്കാതെ മുഴുവൻ ഇവിടെ ചെലവാക്കുന്നില്ലേ? ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോയാൽ ആ വരുമാനം നഷ്ടപ്പെടും. അതിന്റെ ആദ്യ നമ്മുടെ അച്ഛന്. അതല്ലേ സത്യം? ഈ അപവാദങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ ഇല്ലന്റ് വാങ്ങിയത് പോലും എന്റെ പണം കൊണ്ടല്ലേ? പെൺമക്കളെ കറവ പശുക്കളാക്കുന്ന അച്ഛനമ്മമാർ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ സമാധാനിച്ചോണം.
പക്ഷെ കത്തെഴുതിയ അഭ്യുദയകാംക്ഷി സ്വന്തം അച്ഛനാണെന്ന് കെട്ടാൻ പോകുന്ന പുരുഷനോട് പറയാനുള്ള ചങ്കുറ്റം അതെങ്ങനെ ഉണ്ടാക്കും ഞാൻ? എങ്കിലും ഞാൻ പറഞ്ഞേ പറ്റൂ. അയാളുടെ മുന്നിലിരുന്ന് ഇനി എനിക്ക് ജോലി ചെയ്യണ്ടേ? ശ്യാമേച്ചി, ഇനി എന്ത് ചെയ്യാനാ? എനിക്കറിയില്ല. പെൺമക്കളെ കെട്ടിച്ചുവിടുന്നതിനെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്ന അച്ഛനമ്മമാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെ സ്ഥിതി നേരെ തിരിച്ച. എന്ത് വില കൊടുത്തും മകളുടെ വിവാഹം നടത്താതിരിക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ. മകളെ പിഴച്ചവളെന്ന് പറയാൻ എന്ത് സന്തോഷമാ മനുഷ്യന്. എന്ത് പറഞ്ഞ ശശി സാറിന്റെ മുന്നിൽ ഞാൻ ചെല്ലേണ്ടത്? അച്ഛനാ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് പറയാൻ കഴിയൂ? അഥവാ കഴിഞ്ഞ തന്നെ ശശി സാർ വിശ്വസിക്കൂ? ഇല്ല, ഞാൻ ഒന്നിനുമില്ല. അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. ചേച്ചിയെ പൂർണ്ണമായി മനസ്സിലാക്കിയ ആളാ ശശി സാർ എന്ന് ചേച്ചി തന്നെ പറഞ്ഞില്ലേ? അപ്പോ സംഭവിച്ചതൊക്കെ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞ എന്താ കുഴപ്പം? ഇതിനു മുമ്പ് വന്ന ആലോചനകളൊക്കെ മുടക്കിയതും അച്ഛൻ തന്നെയാവാം. പക്ഷേ ആരെങ്കിലും അതിന്റെ കാരണം തേടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നേരെ മറിച്ച് ശശി സാർ അതല്ലല്ലോ ചെയ്തത്. കത്ത് കിട്ടിയപ്പോ അത് ചേച്ചിയെ കാണിക്കാനും സത്യാവസ്ഥ അന്വേഷിക്കാനും മനസ്സ് കാട്ടിയില്ലേ? ശ്യാമേച്ചിയിൽ അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അത്? സ്വന്തം അച്ഛനാണ് ഇതിന്റെ പിന്നിലെന്നറിയുമ്പോ നമ്മളെക്കുറിച്ച് എന്ത് തോന്നും സാറിന്? അച്ഛനും മക്കളും തമ്മിൽ ഇത്രയൊക്കെ ബന്ധമുള്ളൂ എന്ന് കരുതില്ലേ? അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. അച്ഛനാണ് ഈ അഭ്യുദയകാംക്ഷിയുടെ വേഷം കെട്ടിയതെന്നും അതിന് അച്ഛനെ ചിന്തിപ്പിച്ച ചുറ്റുപാടെന്തൊക്കെയാണെന്നും പുള്ളിക്കാരനെ വ്യക്തമായി അറിയിക്കുക. എല്ലാം ബോധ്യമായ പിന്നെ ശശി സാർ നല്ലൊരു തീരുമാനം എടുത്തോളും. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. യെസ്, തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ശ്യാമയുടെ അഭിപ്രായം ചോദിക്കണമല്ലോ. വിവാഹശേഷവും സ്വന്തം വീട്ടുകാരിൽ നിന്ന്, ഐ മീൻ ശ്യാമയുടെ അച്ഛനിൽ നിന്ന് തന്നെ ഇതുപോലുള്ള തരികട പരിപാടികൾ വീണ്ടും ഉണ്ടായിക്കൊടുന്നില്ലല്ലോ. അത് ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തെ. അറിഞ്ഞു വെച്ചുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാവണോ? ഞാൻ പറഞ്ഞല്ലോ, എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഒക്കെ നഷ്ടപ്പെടാനായിരിക്കും എന്റെ വിധി. സാരമില്ല, സഹിക്കാൻ ഞാൻ ഒരുക്കാം.